ഹലോ, അപ്പോൾ നമ്മളിന്ന് രാവിലെ മാർക്കറ്റിൽ പോവാട്ടോ ആട്ടിറച്ചി വാങ്ങാനായിട്ട്. അപ്പോൾ നല്ല ആട്ടിറച്ചി വാങ്ങിച്ചിന്ന് ആട്ടിറച്ചി കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ആടുകറി വെക്കാൻ പോവാണ്. ആട്ടിറച്ചി വാങ്ങിച്ച ആട്ടിറച്ചി കറി വെക്കാൻ പോവാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ നമ്മുടെ പാലക്കാട് കൽമണ്ഡപത്തിന്റെ ബാക്കിലെ ഫ്ലാറ്റിലാണ് താമസം. പുള്ളിക്കാരൻ ഷൈ ആയിട്ടുള്ള മനുഷ്യൻ. രാവിലെ കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല, യൂട്യൂബ് വീഡിയോ ഇട്ടില്ലെന്ന് നമുക്ക് ഭയങ്കര വിഷമം. അപ്പൊ നമ്മള് പുള്ളിയുടെ നാണമൊക്കെ മാറ്റി നമ്മൾ ഇന്ന് കുട്ടപ്പനാക്കി എടുത്ത് ഞാൻ കുളിക്കും എല്ലാം ചെയ്തിട്ട് അത് വെറുതെ പറയും. ഞങ്ങൾ ആരും കുളിച്ചിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല. ഞാനൊക്കെ തേച്ച്. അപ്പൊ ഇന്ന് അളിയന്റെ ആടുകറിയാണ് നമുക്ക് കാണാൻ പോകുന്നത്. 1 by 1 ആയിട്ട് ഇന്ന് എല്ലാം കാണിച്ചു തരാം. വീട്ടിൽ പോടാ. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലെത്തി. അളിയനും മറ്റേ ഡ്രൈവറും കൂടെ ചേർന്ന് മാർക്കറ്റിൽ പോയിട്ട് വില സംസാരിച്ചപ്പോൾ ഒരു 500 രൂപയ്ക്ക് ആട്ടിറച്ചി തരാൻ പറഞ്ഞു. നമ്മൾ ഒരു 1/2 കിലോ മേളിൽ വാങ്ങിച്ചുള്ളൂ. അവിടുന്ന് തന്നെ നുറുക്കി വാങ്ങിച്ചു, നമുക്ക് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആൾ നുറുക്കി തന്നു കേട്ടോ, കുഴപ്പമില്ല, നല്ല ഇറച്ചിയായിരുന്നു. മാർക്കറ്റിലധികം സമയങ്ങളെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വണ്ടി അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും വണ്ടി മോഡിഫൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതേ വണ്ടിയിൽ കൊണ്ടുപോകുന്ന വെറും ബൈക്കിൽ കൊണ്ടുപോകുന്ന ക്യാൻ്റെ എണ്ണം കണ്ട. ബാക്കും കാണാനല്ല ഫ്രണ്ടും കാണാനല്ല, അവൻ എങ്ങനെ പോകണമെന്ന് അവൻ തന്നെ അറിയില്ല. എല്ലായിടത്തും കുക്കിംഗ് ആണ്. ഇവിടെ അവർ കോഴി വെക്കാൻ പോകുന്നു. അവർ വണ്ടി ആട്ടോ, ഇത് പാലക്കാടുകാരുടെ വണ്ടിയാണ്. ഇത് നമ്മുടെ വണ്ടി. അതിൻ്റെ അപ്പുറത്ത് ദയിക്കണം നൈസ് ഈ ഇരിക്കണ മുതലിനെ കണ്ടോ, നൈസ് മുതലാണ്. എല്ലാവരും കുക്കിങ്ങിൻ്റെ തിരക്കിലാണ്. അളിയന്തേ പാത്രം കഴുകണു. എന്താ ഉണ്ടാക്കണേ? മട്ടൻ കറി ഞങ്ങൾക്കല്ലേ? മത്തൻ കറി. ഇവിടെ മത്തങ്ങ കറി, അവിടെ മട്ടൻ കറി. ഇവരുടെ വണ്ടി നമ്മുടെ വണ്ടിയെ പോലൊന്നുമല്ല, ബോസാണ്. ബോസിൽ അലമ്പായി കിടക്ക് നോട്ടെ. ഇവരെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇത് എന്താ ആൻഡ്രോയിഡ് സ്ക്രീന്, അവിടെ റിവേഴ്സിൻ്റെ മോണിറ്റർ, പിന്നെ സെപ്പറേറ്റ് കമ്പനിയുടെ സെറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ. വണ്ടി പണിത് കൊണ്ടുവരണം, ഇങ്ങനെ കൊണ്ടുവരണം. ഒരു കാറ് പോലെ പണിതേക്കുക. സബും സ്റ്റീരിയോയും റിവേഴ്സ് ക്യാമറയും ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് അടിപൊളി ലുക്കിൽ കൊണ്ടുനടക്കുക. അപ്പോൾ വണ്ടി കഴുകാത്തതിൻ്റെ വൃത്തിയിൽ മാത്രം പുറത്തുനിന്ന് കൊടുക്കുക, പക്ഷെ അകത്ത് നീറ്റാട്ടോ. ഇതാണ് ഇവരെ വണ്ടിയുടെ ഡ്രൈവർമാരട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാർ അഖിൽ എങ്ങനെയാണ് അതേപോലെ തന്നെ കേട്ടോ. അവർ നല്ല കൂട്ടുകാരാണ്. ഒരാൾ വണ്ടിയുടെ മുതലാളിയാണ്, എന്നാലും അവർ നല്ല കൂട്ടുകെട്ടോ കേട്ടോ. നല്ല എനിക്ക് ഇഷ്ടമായി. അളി എന്തേ കാര്യമായിട്ട് നമ്മുടെ ചോറെല്ലാം വെക്കാൻ വേണ്ടി കുക്കറിലിട്ടിട്ടുണ്ട്. കൂടെ ഇറച്ചിയെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അളിയൻ നല്ല വൃത്തിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എല്ലാം അളിയൻ തന്നെ ആയിട്ടൊന്ന് ചെയ്യണേ. അപ്പോൾ ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആടിൻ്റെ നെയ്യ് എടുത്തിടുവാണ്. നമുക്ക് കുറച്ച് നെയ്യ് ഇതാക്കാനായിട്ട്, അത് നമ്മുടെ ഈ ആടിൻ്റെ നെയ്യ് ഉരുക്കി അതൊരു നെയ്യാക്കി എടുക്കാൻ വേണ്ടി അളിയൻ അങ്ങനെ ആദ്യം കുറച്ച് നേരം ചെയ്തു. എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ പോലെ ഇഞ്ചി, പച്ചമുളക്, സബോള, തക്കാളി, ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നെയ്യ് ഉരുക്കി കുറച്ച് നെയ്യ് ആയപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കലാണ് അളിയൻ ആദ്യം ചെയ്യണത്. സബോളയും തക്കാളിയൊക്കെ നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അളിയൻ പൊടി ഇടാൻ പോവാണ്. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി, അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് കയ്യള പാട്ട് തുടങ്ങി. എന്തത് മുളക് പൊടി അളവൊന്നുമില്ല, കൈയളവ്. കുരുമുളക് ഗരം മസാല ലാസ്റ്റ് ഇട്ടാലേ ഒരു കുരുമുളക് കിട്ടിയേ വാങ്ങിക്കണേ. നമ്മുടെ ഇതിന്റെ പച്ചമുളക് മാത്രം. അങ്ങനെ മസാലയെല്ലാം മിക്സ് ആക്കിയ നമ്മുടെ ആട്ടിറച്ചി റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയിരിക്കണ്ടേ. അപ്പോൾ ഇന്ന് ആട്ടിറച്ചി ചിക്കൻ കറിയും അച്ചാറും ഉണക്ക മീനും നല്ല ചോറും കൂട്ടി പൊടിക്കുക, ഞാൻ പൊരിക്കുക.
പുറത്ത് നല്ല ചൂടായതുകൊണ്ട് വണ്ടിക്കകത്ത് AC ഇട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നിനി വേറെ വീഡിയോ ഒന്നുമില്ല. ഇവിടെ 2-3 ദിവസമായി വന്നിട്ട് ലോഡായിട്ടില്ല. നമുക്ക് മാത്രമല്ല ലോഡുള്ള, ആർക്കും ലോഡായിട്ടില്ല. അപ്പം കേരളത്തിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ മുടക്കാണ്. അടുത്ത ലോഡിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.